പകർച്ചവ്യാധിയെ പ്രതിരോധിക്കാനായി സംസ്ഥാനത്ത് ഇന്നു മുതൽ 3 ദിവസം ഡ്രൈ ഡേ ആചരിക്കും. ഇന്ന് സ്കൂളുകളിലും നാളെ സർക്കാർ ഓഫീസുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും ഞായറാഴ്ച വീടുകളിലുമാണ് ശുചീകരണ പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഷിഗല്ല ഉൾപ്പെടെയുള്ള മറ്റ് പകർച്ചവ്യാധികൾ തടയുന്നതിനൊപ്പം ഡെങ്കിപ്പനി പടരാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ സ്വീകരിക്കണമെന്നാണ് ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്ത് പകർച്ചവ്യാധി വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യമാണ്. ഇന്നലെ തന്നെ 19ഓളം പേർക്കാണ് പുതുതായി ഷിഗല്ല സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഡെങ്കിപ്പനി ബാധിച്ച് ഒരു മരണം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഡെങ്കിപ്പനി ബാധിക്കുന്നവരുടെ എണ്ണത്തിലടക്കം വർധനയുണ്ടായിരുന്നു ഇന്നലെ വന്ന റിപ്പോർട്ടിലടക്കം. അതിനാൽ തന്നെ ഈ പകർച്ചവ്യാധിയെ പ്രതിരോധിക്കാനായി സംസ്ഥാനത്ത് 3 ദിവസം ഡ്രൈ ഡേ ആചരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ആരോഗ്യവകുപ്പും സർക്കാരും എത്തുന്നത്. ഇന്ന് സ്കൂളുകളിലും നാളെ സർക്കാർ ഓഫീസുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും ഞായറാഴ്ചയും വീടുകളിലുമായാണ് ശുചീകരണ പരിപാടികൾ നിലവിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഷിഗല്ല ഉൾപ്പെടെയുള്ള മറ്റ് പകർച്ചവ്യാധികൾ തടയുന്നതിനൊപ്പം ഡെങ്കിപ്പനി പടരാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ സ്വീകരിക്കണമെന്നാണ് ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പകർച്ചവ്യാധി വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നിർദ്ദേശത്തിലേക്ക് ആരോഗ്യവകുപ്പ് അടക്കം കടക്കുന്നത്. കൂടാതെ തന്നെ തങ്ങളുടെ പരിസര പ്രദേശങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക. മഴ മാറി നിൽക്കുന്ന സമയം കൂടിയാണ്. അതിനാൽ തന്നെ ഡ്രൈ ഡേ ആചരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളടക്കം ശ്രദ്ധിക്കാനുള്ള ഒരു നിർദ്ദേശം കൂടി ആരോഗ്യമന്ത്രി നൽകുന്നു.